ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോയാണ്. ഇതാണ് മെറ്റീരിയൽ ജോർജറ്റാണ്. ഇതിലൊരു സ്ലിറ്റഡ് ടോപ്പാണ് തയ്ക്കാനുള്ളത്. ഇതിൽ ചെറിയ യോക്ക് പോർഷനിൽ ചെറിയ വർക്കും കൂടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്ലെയിൻ ആയതുകൊണ്ട്. ഒരുപാട് വർക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലൈനിങ് ക്രേപ്പായിരുന്നു. അപ്പം ഞാൻ ലൈനിങ്ങിലാണ് ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ടാണ് മെയിൻ ക്ലോത്തിലോട്ട് കട്ട് ചെയ്യുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പിടിച്ചാൽ കിട്ടുന്ന മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്തെടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും. വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്ലിറ്റഡ് ടോപ്പിൻ്റെ മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കട്ടിങ് കഴിഞ്ഞതിന് ശേഷം മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കുന്നത്. ആദ്യം പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് നെക്ക് അടിച്ച് മറിച്ചിടുക എന്നാണ് ചെയ്യുന്നത്. അതിന് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് ലൈനിങ്ങിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് തിരിച്ചിടുന്നത്. ഈ മെറ്റീരിയൽ പിടിച്ചാലിരിക്കാത്ത തുണിയായതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ റൗണ്ട് കഴുത്തായതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ലാതെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ടാണ് നെക്ക് എടുത്തേക്കുന്നത്. അതിനുശേഷം ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ കുറച്ച് വർക്ക് പറഞ്ഞിരുന്നു. ആ യോക്ക് പോർഷനിൽ കുറച്ച് സ്പ്രെഡായിട്ട് കിടക്കുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് വർക്ക് ചെയ്യാനായിട്ടിരുന്നത്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ബീഡും ഷുഗർ ബീഡും ഗോൾഡൻ ബീഡ്സും വെച്ച് ഇങ്ങനെയാണ് ആദ്യം ഒന്ന് ചെയ്തെടുത്തത്. അതിനുശേഷം ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് വൈറ്റ് കുന്തൻ സ്റ്റോൺസും അതിൻ്റെ കൂടെ ചെറിയ സീക്വൻസും ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് വീഡിയോ എടുത്ത് തന്നത് ആച്ചൂസാണ്. അതാണ് വീഡിയോ നല്ല ഷേക്ക് ആവുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്ത് ബാക്കിലെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലിറ്റിൻ്റെ പോർഷൻ അടിക്കാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്ലിറ്റ് അടിച്ചെടുക്കുന്ന കാര്യം കുറച്ച് പ്രയാസമായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ലിറ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ വർക്കൊന്നും അത്ര നന്നായിട്ട് വീഡിയോയിൽ എടുത്തറിയുന്നില്ല. നേരത്തെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. സ്ലീവൊക്കെ നമ്മൾ കൊടുത്തത് 3/4 സ്ലീവായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.